നല്ലൊരു പീരി ഉണ്ടാക്കി നോക്കിയാലോ. മീൻ പീരി അല്ല കേട്ടോ, അതിപ്പോൾ ഇതൊരു വെറൈറ്റി പീരിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ? കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും സവോളയും നല്ലപോലെ 2-3 പിടി തേങ്ങ എടുത്ത് പിന്നെ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇത് ചതച്ചെടുക്കാം. അപ്പോൾ എടുത്തിട്ട് വരാം അല്ലേ. അപ്പോൾ അതെ ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് കഴുകി വെച്ച ഉണക്കത്തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചെടുത്ത പയറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പം ഇതുപോലെ പീരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം മതി. ഇനി നമ്മൾ ചതച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ പയർ ചീര ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഈ ഒരേ ഒരു കറി കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റിയതാണ്.